முன்தினம் பார்த்தேனே பார்த்ததும் தோற்றேனே சல்லடை கண்ணாக நெஞ்சமும் புண்ணானதே இத்தனை நாளாக உன்னை நான் பாராமல் எங்கு நான் போனேனோ நாக்களும் விண்ணானதே வானத்தில் நீ வெண்ணிலா ஏக்கத்தில் நான் தேவதா இப்போது என்னோடு வந்தாலென ஊர் பார்க்க ஒன்றாக சென்றாலென. പാട്ടൊക്കെ എല്ലാം പഠിച്ചു വെച്ചേക്കുവാ. വരിയൊക്കെ മനപ്പാടം അല്ലയോ? அது எப்படி தெரியுமாமா, நாங்க சின்ன குழந்தையா இருக்கும்போது இந்த பாட்டு புக் இருக்குல்ல, அத பார்த்து நாங்க எல்லாம் பாடுவோம். நிறைய ஃப்ரெண்ட்ஸ் எல்லாம் இருக்கும், எல்லாரும் சேர்ந்து அப்படியே பாட வேண்டியதுதான். அதெல்லாம் ஒரு காலம். அக்கூட்டத்திலே பிரதானி நீ ஆയിരിക്കും. நான்லாம் இல்லம்மா, எனக்கு ஒரு ஃப்ரெண்ட் இருந்தாங்க, பேரு வாசந்தி. ரொம்ப அசாத்தியமா பாடுவா. நான்லாம் ஒண்ணும் இல்ல. அவெல்லாம் இப்ப எங்க இருக்காளோ என்னோ. இல்ல എനിക്കൊരു കട്ടൻ കിട്ടുമോ? ഓ, அதுக்கு என்ன കട്ടൻ കാപ്പി വേണമാ ചായ വേണമാ? കട്ടൻ ചായ ആയിക്കോട്ടെ. കടുപ്പ് അത്യാവശ്യം കൂടുതലിരിക്കണം. ചക്കര മധുരം മീഡിയം. പിന്നെ കറയാന്റിക്ക് ഞാനൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് തരുന്നുണ്ട് ഒരു ദിവസം. എതുക്ക്? ഒരു സന്തോഷത്തിന്. താങ്ക് യു. അപ്പൊ തരുമ്പോ തന്നാ പറഞ്ഞാ മതി. ഓക്കെ അമ്മമ്മയ്ക്ക് തരുന്നു. ഓ ആയിക്കോട്ടെ. അമ്മ ഞാൻ ടീ വെക്കറേൻ. നമ്മുടെ ഭാഗ്യമാ ഇങ്ങനൊരു പയ്യൻ നമ്മുടെ കുടുംബത്തിൽ വന്ന് കയറിയത്. പാഴൂർ അമ്പലത്തിൽ പോകുമ്പം അവന്റെ പേരിൽ ഒരു ചുറ്റുവിളക്ക് നടത്തണം. അവന്റെ ജോലിക്കും മറ്റു കാര്യത്തിനും ഒന്നും ഒരു തടസ്സം ഉണ്ടാവാതിരിക്കാൻ. അളിയന്റെ ജോലിക്കാ? അളിയന്റെ ജോലിക്ക് തടസ്സം വന്നാലും അളിയൻ എന്തിനാ മുമ്പാ? അളിയന്റെ ഫണ്ട് ഇരിക്കല്ലേ, അളിയ അടുത്ത ബിസിനസ് തുടങ്ങും. ഇത്ര തന്നെ. അങ്ങനെ ആമ്പിള്ളാര്, അല്ലാതെ നിന്നെ പോലല്ല. അപ്പൊ നമ്മുടെ തലക്കാ കൊള്ളാല്ലേ? அம்மா அப்படி சொல்லக்கூடாதம்மா, நம்ம கேஸ் ரொம்ப சூப்பர் தான். அவன் வெச்சடி 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 ஏறுவான். കനാൻഡി കുറഞ്ഞ ഒരു 1.5 വർഷമായിട്ട് കേശ് സൂപ്പറാ കേശ് വെച്ചടി കേറും എന്നൊക്കെ പറഞ്ഞിട്ടേ ഞാൻ വെച്ചടി ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ദയവ് ചെയ്ത് ഊത്തിരിക്കും പ്ലീസ്. പിന്നെ മുമ്മ, ഞാൻ എന്ത് പരിപാടി ചെയ്താലും എന്റെ കൂടെ അളിയനെയും കാണും. കാരണം എന്താ, ആളെ എന്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യമാണ് എന്തും ചെയ്യാൻ. അത് ശരിയാ, എന്തിനും ഏതിനും അവനൊരു നിറവാ. കൊടുക്കാനും മേടിക്കാനും ഒന്നും ഒരു മടിയില്ല അവന്. அது அம்மா சொன்ன ரொம்ப கரெக்ட் தான். நம்ம சித்து எல்லாருக்கும் நிறைய 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 செய்வான். அது அவனோட நல்ல മനസ്സ്. അതാണ് ഇങ്ങനെ കൊടുക്കാനേ മനസ്സുള്ള ഒരു ഭയങ്കര നല്ലവരാ. ഈ ചില പിശുക്കന്മാരുണ്ട്, അല്ലേ? കനകം, കഴിഞ്ഞ ദിവസം ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ, സിദ്ധു നമ്മുടെ കുടുംബത്തിൽ വന്ന് കയറേണ്ട പയ്യനല്ല. എന്തരമ്മ, നമ്മുടെ കുടുംബം അത്രയ്ക്ക് മോശമാണ്? എടാ, നമ്മുടെ കുടുംബം മോശമായത് കൊണ്ടല്ല. നീ ലച്ചുന്റെ സ്വഭാവം ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തിനും ഏതിനും അവക്ക് ദേഷ്യമില്ലയോ? സിദ്ധുവിനെ പോലൊരു പയ്യനല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? സിദ്ധു ആയതുകൊണ്ടാണ്. അല്ലെങ്കിലേ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ രണ്ടും രണ്ട് പാത്രമായനെയായിരുന്നു. അത് സത്യം പറഞ്ഞ അമ്മൂമ്മ പറഞ്ഞതൊരു ശരിയായ കാര്യമാണ്. ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കണം അമ്മൂമ്മ, ചേച്ചി ഇങ്ങനെ അളിയുടെ ചാടിക്കടിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോഴേ ഒരെണ്ണം കൊടുത്തായിരുന്നെങ്കിലും. പക്ഷെ അളിയെ ചെയ്യൂല. കാരണം എന്താ? അളിയന്റെ മാന്യത. പറയാൻ പാടില്ല, എന്നാലും പറയാണ്. എനിക്കും പറഞ്ഞ അളിയന് ചേർന്നൊരു ഭാര്യ അല്ലല്ലോ ചേച്ചി എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. എടാ, അവനെ കണ്ടാലും നല്ല യോഗ്യനല്ലയോ? നമ്മുടെ കുടുംബത്തിൽ വന്നു കയറിയത് നമ്മുടെ മുജ്ജന്മ സുഹൃതമാടാ. അത് സത്യം. നിന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നേ? அம்மா, நீங்க லட்சுவ பத்தி சொன்னது எனக்கு பிடிக்கவே இல்லம்மா. അതിന് ലച്ചുവിനെ പറ്റി എന്താ പറഞ്ഞു? ആരെപ്പ എന്ത് പറഞ്ഞു? நீங்க 2 பேரும் தானே குத்தம் சொன்னீங்க. കുറ്റം പറഞ്ഞു? ആര് കുറ്റം പറഞ്ഞു? இப்பதானே சொன்னீங்க. എന്ത് കുറ്റം പറഞ്ഞു? ചില സമയത്തെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ നിനക്ക് പിടിക്കാറുണ്ടോ? ഇല്ല. അത്രേ ഉള്ളൂ. അതുപോലെ ചില സമയത്ത് അവൾ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് പിടിക്കത്തില്ല, അതേ പറഞ്ഞുള്ളൂ.
പിന്നെ ചേച്ചി ആയിട്ട് ചേച്ചി കുറച്ച് മുൻചുട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അമ്മൂമ്മ. അത് തന്നെ, ഇച്ചിരി മുൻചുണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളത് പറയുന്നുള്ളതേ ഉള്ളൂ. ഇതൊക്കെ ആണെങ്കിലും അവള് ചില സമയത്ത് ചില കാര്യങ്ങൾ ചെയ്യുന്ന കണ്ടാണ്ടല്ലോ നമ്മൾ അന്തം വിട്ടു പോകും. അത് പിന്നെ ആരുടെ ചേച്ചി, എന്റെ അല്ലേ ചേച്ചി. മാത്രല്ല കനാൻഡി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവര് തമ്മിൽ ചേരേണ്ടവരില്ലായിരുന്നു. ശരിക്കും അവര് തമ്മിലാണ് ചേരേണ്ടവര്. അതായത് ഈ എന്താ പറയുക, നമ്മൾ ഈ രണ്ട് കൈ കൂട്ടിയടിച്ചാലേ അടി ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ ലച്ചു ചേച്ചിയുടെ ഈ കോപത്തിനെ അടക്കേണ്ട ആളാണ് അളിയൻ. വേറെ ആരും ആണെങ്കിൽ ഇവരെന്നെ അടിച്ചു പിരിച്ചു പോയേനെ. അങ്ങനെ ചിന്തിക്കുക. നമ്മള് വായത്തോറാക്കി വിളിച്ചു പറയാം, അത് വേറെ കാര്യം. நான் பயந்துட்டேன். എന്താ പറഞ്ഞു? ശരിക്കും ഞാൻ അവന് ചേർന്ന ഭാര്യയല്ലേ? ലഞ്ചൂസ്, എന്താണ് കണ്ണാടി നോക്കി ഗോഷ്ടി കാണിക്കുന്നത്? എന്നെ ഉപേക്ഷിച്ചിട്ട് രണ്ടാമതൊരു കല്യാണം കഴിച്ചാലോ എന്ന് ആലോചിക്കുക. എന്റെ മനസ്സിൽ അങ്ങനത്തെ ചിന്തയൊന്നുമില്ല. ഇനിയിപ്പം സിദ്ധുവിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉള്ളത് കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നത്. ആ, ഞാനും അങ്ങനെ ആലോചിക്കണുണ്ട്, വേറൊരു കല്യാണം കഴിച്ചാലോ. നീ അത്രയ്ക്കങ്ങ് പോരാ. സിദ്ധു ഈ പറഞ്ഞത് തമാശയാണല്ലോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു ചിന്ത എവിടെയോ സിദ്ധുവിന് മനസ്സിൽ കിടക്കുന്നുണ്ട്, അതെനിക്കറിയാം. എന്തല്ലേ? ആ, എന്തു പറയാനാ ഇനി, പറ്റിപ്പോയില്ലേ. പറ്റിപ്പോയെങ്കിൽ പറ്റിപ്പോയാലേ, പറ്റിപ്പോയാലും പിന്നെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ആ, പറഞ്ഞിട്ട് കാര്യമില്ല. എടോ മതി കേട്ടാ. സമ്മതിച്ച് ഇയാളെ കാണാൻ നല്ല ഭംഗിയുണ്ട്, തനിക്ക് നല്ല പൊക്കമുണ്ട്, പണ്ണമുണ്ട്, നല്ല ജോലിയുണ്ട് എന്നും പറഞ്ഞ് തനിക്കൊരു വിചാരമുണ്ട് താൻ വലിയ സംഭവമാണെന്ന്. ആ, ഞാൻ വലിയ സംഭവം തന്നെ. കേട്ടോ അറിയാ, ഓ, ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്റെ കോളേജിൽ കൂടെ പഠിക്കുന്ന പെമ്പിള്ളാരൊക്കെ പറയും ഞാൻ ഭയങ്കര ഹാൻസം ആണ്, ടോക്കറ്റീവ് ആണ്, ഗുഡ് ബോയ് ആണ്. നമ്മുടെ മെയിൻ സംഭവം തന്നെ ഈ സിംപ്ലിസിറ്റി ആണല്ലോ. നീ കാണിക്കുന്ന നിന്റെ സിംപ്ലിസിറ്റിയും വിനയോ ഒക്കെ വെറും ഫേക്ക് ആണ്. എങ്ങനെ? ഫേക്ക്. ആ അറിയാ, നിനക്ക് ഞാൻ ഫേക്ക് ആണെന്ന് തോന്നിയിട്ടുണ്ടോടാ? എനിക്കിന്നേ അവരങ്ങനെ തോന്നിട്ടില്ല. എനിക്ക് അളിയ ഹാൻസം ആണ്, ടോക്കറ്റീവ് ആണ്, സിംപ്ലിസിറ്റി ആണ് അളിന്റെ മെയിൻ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ തോന്നൂല. കാരണം നിന്റെ കയ്യിൽ എന്തെങ്കിലും ചിക്കല് പ്രതീക്ഷയാണ് ഇവൻ നടക്കണത്. ചേച്ചി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ പോട്ടെന്ന് പറഞ്ഞ് ക്ഷമിച്ചു വിടുമ്പോ തലേ കയറി തിലാണെങ്കിലേ ഞാൻ എടുത്ത് ഉടുക്കും. ഞാൻ നിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് ക്ഷണിച്ചാ മുറിന്നിറങ്ങി പോടാ. കൊള്ളാം. ഞാൻ പോണ് അല്ലയാ. അനുഭവിച്ചോ പോടാ ഇറങ്ങി. അനുഭവിക്കാടാ, നീയെങ്കിലും പോ അങ്ങോട്ട്. ഓ അപ്പൊ അനുഭവിക്കാണ് അല്ലേ? എന്താ ലക്ഷ്യം, ഞാൻ ഒരു തമാശ പറഞ്ഞതല്ലേ, നീ ഇതെന്താ ഇത്ര സീരിയസ് ആയിട്ട് എടുക്കണേ? ഞാൻ സീരിയസ് ആയിട്ട് എടുക്കും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, താൻ ഇവിടെ സഹിച്ചാണോ നിക്കണത്? ഞാൻ എന്തോന്ന് സഹിച്ചു നിൽക്കുന്നു? എന്നെ സഹിച്ചാണ് ഇവിടെ നിക്കുന്നേന്ന് സത്യം പറഞ്ഞോളാം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാ നീ ചുമ്മാ ഒരു കാര്യമില്ലാതെ വിഷയമൊക്കെ ഉണ്ടാക്കുമ്പോ ഞാൻ അത്യാവശ്യം സഹിക്കാറുണ്ട്. അതിപ്പോ നീ എന്നെ സഹിക്കാറില്ല, അത്രേ ഉള്ളൂ. ഇവക്കെന്ത് പറ്റി? നല്ല കുഴപ്പമുണ്ടാവും. ഇന്നത്തെ ദിവസം പോയി കിട്ടി. എന്റെ പൊന്നോ മൂമോയ്, നമ്മള് നേരത്തെ പറഞ്ഞത് അച്ചട്ട് കീറ് കൃത്യം അതേപോലെ തന്നെ. എന്തുവാടാ? ലച്ചേച്ചനായിരുന്നു തന്നെ എല്ലാവരും അറിഞ്ഞത്. ആ പാമ്പ് പിടിച്ച് അളിയനിട്ട് കാടിച്ച് കീറണ്. കാര്യം എന്തുവാടാ? കാര്യം എന്തിന്? കാര്യം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഒരു കാര്യമില്ല, അളിയന്റെ അഞ്ചത്ത് കയറുക. എന്ത് പറയണമെന്ന് ചേച്ചി? സിദ്ധു, നിനക്കൊരു വിചാരമുണ്ട്, നിനക്കൊന്ന് ഭയങ്കര വെള്ളവും പൊക്കവും ഒക്കെ ഉണ്ട്, നീ ഭയങ്കര സംഭവമാണ്, മാടയാണ്, തേങ്ങയാണ്, കോടയാണെന്നൊക്കെ ഇരുന്ന് പറയണ്. അളിയൻ പാമ്പ് പിടിച്ചോ ഇതൊക്കെല്ലാം കേട്ടോണ്ട് ഇങ്ങനെ ഇരിക്കണ്. ഓർന്നൂടെ പറഞ്ഞ് അളിയൻ കാണിക്കണ ഈ വിനയവും സ്നേഹവും ഒക്കെ ഉണ്ടല്ലോ, വെറും ഫേക്ക് ആണെന്ന്. കൊച്ചിന്റെ ഒരു കാര്യം ഈ കൊച്ചിനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ലയോ? എടാ, ലച്ചു മര്യാദക്ക് ഇരിക്കുന്ന സമയത്ത് ചേച്ചി കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. സിദ്ധു ക്ഷമിച്ചിരിക്കുക. സിദ്ധുവിന്റെ ക്ഷമ നശിച്ചാലേ അത്ര നല്ലതല്ല.
അതിപ്പം സിദ്ധുവിന്റെ ഒന്നല്ല, ആരുടെ ക്ഷമ നശിച്ചാലും അത്ര നല്ലതൊന്നും അല്ല. അല്ല, ഞാനത് മൊത്തത്തിലൊന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. മൊത്തത്തിൽ പറയാൻ അടങ്ങലെടുത്തേക്കുവാണോ? ഓ, ഈ വേട്ടാവളേന് ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്നു കാണും, അതുകൊണ്ടായിരിക്കും അല്ലേ? ஒண்ணும் இல்ல லட்சு, நாங்க சாதாரணமா என்ன பேசுவோமோ ആ, സാധാരണ മറ്റുള്ളവരെ കുറ്റം പറയുന്ന പോലെ എന്നെയും കുറ്റം പറഞ്ഞു കാണും അല്ലേ? എന്റെ ലച്ചു, നീ നിന്റെ സ്വഭാവം ഒന്നും മാറ്റ്. ഇനി ഇപ്പൊ അഥവാ നിനക്ക് മാറ്റാൻ പറ്റത്തില്ലെങ്കിൽ നീ നിന്നെ ഒന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്ക്. എനിക്ക് സൗകര്യമില്ല. ഞാൻ എന്തിനാ എന്റെ സ്വഭാവം മാറ്റണം? ഞാൻ എന്തിനാ എന്നെ തന്നെ കൺട്രോൾ ചെയ്യണം? സമ്മതിച്ച് ഈ പറയുന്ന ലച്ചുനെ കുറെ കുറവുകളുണ്ട്. ഓ, നിങ്ങളൊക്കെ എല്ലാം തികഞ്ഞ ആൾക്കാരാണല്ലോ. ഓ, ദേ വരുന്ന് എല്ലാം തികഞ്ഞ പൂർണ്ണ പുരുഷൻ. എന്റെ പൊന്ന് ലച്ചൂസെ, ഞാൻ നേരത്തെ ഒരു തമാശ പറഞ്ഞ, വെറുതെ അതിനകത്ത് പിടിച്ചു കയറാൻ നിക്കല്ലേ. ഇവൻ പറയാ ഇവൻ എന്നെ കെട്ടിയതേ അബദ്ധമായി പോയെന്ന്. അമ്മൂമ്മ ഉള്ളത് പറയാലോ, നാട്ടുകാരി എന്നെ പറ്റി എന്ത് കുറ്റം പറഞ്ഞാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷെ സ്വന്തം വീട്ടുകാര് പറയുമ്പോ അത് ഇവിടെ കൊള്ളും. പിന്നെ ചെറുക്ക, നിന്റെ അടുത്തൊരു കാര്യം, ഈ ലോകത്ത് ജനിക്കുന്ന എല്ലാ പെമ്പിള്ളേരും ലോകസുന്ദരിമാരുടെ രൂപമായിട്ടല്ല ജനിക്കണത്. പിന്നെ കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. എന്നെ കാണാൻ അത്ര മോശമൊന്നുമല്ല, അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. പിന്നെ നിന്റെ അടുത്തൊരു കാര്യം, 10ലും +2 പഠിക്കുമ്പോ എത്ര പെർസെന്റേജ് മാർക്ക് ഉണ്ടായിരുന്നു? ജസ്റ്റ് പാസ് അല്ലേ? ഈ വീട്ടില് ഏറ്റവും കൂടുതൽ പഠിച്ച് മാർക്ക് മേടിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ഡിസ്റ്റിങ്ഷൻ വരെ ഉണ്ടായിരുന്നു, അറിയോ? 50% മുകളിലല്ലേ ഡിസ്റ്റിങ്ഷൻ? എന്താണെങ്കിലും ഉണ്ടായിരുന്നോ? അത് മാത്രോ, ഡാൻസിന് ഡാൻസ്, പാട്ടിന് പാട്ട്, കവിതയ്ക്ക് കവിത, സ്പോർട്സിൽ വരെ ഞാൻ മിന്നിട്ടുണ്ട്. പിന്നൊരു കാര്യം, ഞാൻ ഇവിടെ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. കോളേജിൽ പഠിക്കുന്ന സമയത്തെ എന്റെ പുറകെ നിന്നെക്കാളും പൊക്കം വണ്ണമുള്ള എന്തോരം ആമ്പിള്ളേര് പുറകെ നടന്നിട്ടുണ്ടെന്ന് അറിയോ? എന്തോരം ലവ് ലെറ്റേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അറിയോ? പകുതി കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല. അളിയനേക്കാളും മുഖം കൊണ്ടുള്ളവരും അവർക്ക് എന്തിനായിരിക്കും ചേച്ചി? ഒരു എസ്റ്റിമേറ്റ് എത്ര പേര് ചേച്ചിയുടെ പുറകെ നടന്നിട്ടുണ്ടാവും? ഇനി വാ തുറന്ന ചെകിളടിച്ചു കൊണ്ടിരിക്കാൻ. ഞാൻ പണ്ടേ പറയാറില്ല അപ്പൊ ഇവൻ കാരണം എന്റെ കുടുംബജീവിതം നശിക്കുമെന്ന്. ഇത് അങ്ങനെ തന്നെയായിരിക്കും, നോക്കിക്കോ. അളിയാ, ചെയ്ത് മൊത്തം ഞാനാടാ. എന്റെ പൊന്നമ്മ, ഞാൻ ലച്ചൂസിന്റെ അടുത്ത് ഒരു തമാശക്ക് പറഞ്ഞു, ഞാൻ വേറൊരു കല്യാണത്തിനെ പറ്റി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇപ്പോൾ അത്ര പോരാന്ന്. ജസ്റ്റ് തമാശക്ക് അത് വെച്ചിട്ടാണ് ഇവിടെ കയറി പിടിക്കണേ. என்ன லட்சு இது? சித்து ஒரு தமாசை தானே சொன்னான். சித்துக்கு நீ நான் ரொம்ப உசுரு. உன்னை விட்டு அவன் எங்க போறான்? ആന്റി മിണ്ടരുത്. കാശ്മീരിലേക്കുള്ള വഴി വെച്ചാലേ കാട്ടാക്കട വഴി പോകുന്നതാണ് എളുപ്പം എന്ന് പറയുന്ന ആളല്ലേ ആന്റി. മിണ്ടിപ്പോരുത് ഇവിടെ. அப்படித்தானே போவாங்க காட்டாக்கடை வழி. ദേ എന്റെ ടെമ്പർ തെറ്റിയിരിക്കുക കേട്ടോ. സിദ്ധുമോനെ, ഇനി തമാശ പറയുമ്പോഴേ ലച്ചുമോക്കും മനസ്സിലാവുന്ന രീതി പറയണേ. അയ്യോ, അങ്ങനെ ഒരു തമാശ ഇന്നേ വരെ കണ്ടുപിടിച്ചിട്ടില്ല അമ്മൂമ്മ. എടാ നിന്റെ ഈ വൃത്തികെട്ട സ്വഭാവവും വർത്താനവും കാരണമാണ് ആ മെർലിൻ ഇവിടെ നിന്ന് നാട് വിട്ട് US പോയത്. നീ നോക്കിക്കോ, ആ കൊച്ചുണ്ടല്ലോ നല്ലൊരു സായിപ്പ് പയ്യനെയും കെട്ടി ട്വിൻസ് പിള്ളേരായിട്ട് നിന്റെ മുമ്പിൽ വന്ന് നീ കൂടെ എന്ത് അല്ലെ നീ സമാധാനപ്പെട്ടാലും ലച്ചു, നീ ആദ്യം ഒന്ന് റിലാക്സ് ചെയ്യും. നീ അവിടെ കണ്ട് സമാധാനത്തിരിക്കും, എല്ലാം ഓക്കെ. അതെ ഞാൻ നിന്നെ കൊണ്ടേ അനാവശ്യമായിട്ട് ഭക്ഷണത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ഡ്രസ്സിന്റെ പേരിലോ 5ന്റെ പൈസ ചെലവഴിപ്പിക്കാറുണ്ടോ? ഇല്ലല്ലോ. ഞാൻ കുറഞ്ഞ പൈസക്ക് തുണിയും മേടിച്ച് കണ്ട തയ്യൽ കട കയറി ഇറങ്ങുന്നത് എന്തിനാന്നറിയോ? നിനക്ക് ലാഭം ഉണ്ടാക്കി തരാനാ. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയില്ല. ഈ ലച്ചുവിന്റെ മനസ്സിലേ ദേ ഈ നിൽക്കുന്ന മനുഷ്യനും എന്റെ കൊച്ചും നിങ്ങൾ മാത്രമേ ഉള്ളൂ. അതാരും മനസ്സിലാക്കിയില്ല. നീ എവിടെയോ എന്തോ ഒരു തകരാറുള്ള പോലെ ഫീൽ ചെയ്തില്ലേ? അല്ലേ? ഉണ്ട്.
ലച്ചൂസ് എന്താണ് ഒരു മൈൻഡില്ലല്ലോ, ഒന്നും മിണ്ടൊന്നുമില്ല. മിണ്ടാതിരുന്നാലും പ്രശ്നമാണ്. എന്റെ പൊന്നു ലച്ചൂസേ, നമുക്കിടയിൽ അതിന് പ്രശ്നമൊന്നും ഇല്ലല്ലോ, പിന്നെന്താ? ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്കേ എല്ലാവർക്കും ഒരു ധാരണയുണ്ട് ഞാൻ വലിയ മൂശാട്ടയാണ്, ഞാൻ വലിയ പ്രശ്നക്കാരിയാണെന്ന്. എന്താണ് ലച്ചൂസേ, ഇന്ന് മൂടൊട്ടും ഓക്കെ അല്ലല്ലോ, ഇത് പറ്റി? ഞാൻ ഒരു കാര്യം ചോദിച്ച സത്യം പറയും. ഞാൻ സത്യമല്ലേ പറയാറുള്ളൂ, ഞാൻ കള്ളവല്ലം പറഞ്ഞിട്ടുണ്ടോ അതിന്റെ അടുത്ത്? സത്യം പറഞ്ഞാലേ സിദ്ധു ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് എന്റെ അടുത്ത് പെരുമാറുന്നത്. അഡ്ജസ്റ്റ്മെന്റാ? എന്തിന്? അല്ല, എന്റെ ഈ മൂഡ് സ്വിങ്സിന്റെ പ്രശ്നവും ദേഷ്യം, വാശി, പറഞ്ഞ പോലെ മൂശാട്ട ഇതൊക്കെ ഉണ്ടല്ലോ. അത് മാത്രല്ല, സിദ്ധു ഒരു തവണയെങ്കിലും ചിന്തിച്ചിട്ടില്ലേ എന്നെ കളഞ്ഞിട്ട് ഒന്ന് രക്ഷപ്പെട്ട് ഇവിടെ നിന്ന് പോണം? ആ ചിന്തയിലാണല്ലേ? എങ്കിൽ പിന്നെ ഞാൻ പോയിട്ട് പിന്നെ വരാം. കണ്ട, ഇതാണ് കുഴപ്പം. ഞാൻ എന്തെങ്കിലും പറഞ്ഞു ആർക്കും ഇഷ്ടപ്പെടും. ലച്ചൂസേ, ഞാൻ ഒരു കാര്യം പറയാം. ഈ ജീവിതകാലം മൊത്തമേ ആർക്കും ആരോടും എപ്പോഴും സ്നേഹത്തിരിക്കാൻ പറ്റിയൊന്നും വരും. അവരുടെ ഉള്ളിലുള്ള ദേഷ്യമൊക്കെ ഇടയ്ക്ക് പുറത്തു വരും, മനുഷ്യരല്ലേ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ലച്ചൂസിന് എന്റെ അടുത്ത് ദേഷ്യമോ വെറുപ്പോ ഫീൽ ചെയ്തിട്ടില്ലേ? എന്ന് ചോദിച്ചാ അതിപ്പോ സമാധാന ചർച്ചയാണോ അവിടെ? മോർണിംഗ് വാപ്പ. പിന്നെ എനിക്ക് വയ്യ. എന്തായാലും നീയേ നീ എന്റെ ജീവിതം നശിപ്പിക്കുവല്ലേ? ഇറങ്ങി പോടാ എന്റെ വീട്ടിൽ നിന്ന്. തന്റെ വീട് എന്റെ കൂടെ വീടാണ്. എന്നിട്ട് വാലിയുടെ കേൾക്കരുത്, ഇറങ്ങി പോടാ. അളിയെ ജലവീക്കാണ് കേട്ടോ, ഉയിര് വേണമെങ്കിൽ കാത്തിട്ട് പോണോ? എന്തോന്ന് ലച്ചു ഇത്? ശബ്ദം വല്ലോ കേൾക്കുന്നുണ്ടോ? ഇല്ലേ അമ്മ, ഒന്നുമേ കേക്കല. ഞാനും ഒന്നും കേട്ടില്ല. നീ ഇതോടെ പോയി? ഞാനൊന്ന് ഓടാൻ പോയതാ. ലച്ചു ഓടിച്ചാ? ചേച്ചിയുടെ അകത്ത് എന്തിനാ ഇവിടെ നിക്കണേ? അങ്ങോട്ടോ അങ്ങോട്ടോ പോ, വെറുതെ സൗണ്ട് ഉണ്ടാക്കി പുറത്തിറക്കല്ലേ, നമുക്ക് തലവേദനയാവും. കൊറേ നേരമായി ഒരനക്കവും കേക്കുന്നില്ല. എന്താ കാര്യം പറയടാ. ഒന്നുമില്ല. ஹாய், ரொம்ப அழகா இருக்கே. எங்க போற? കല്യാണത്തിലോ പോണ ചേച്ചി? ആടാ, അമേരിക്കയിലൊരു കല്യാണം കൂടാൻ പോവാ. പെണ്ണിന്റെ പേരെ പറഞ്ഞു മനസ്സിലാക്കുന്നേ. കഷ്ടമാണല്ലോ. കഷ്ടം എന്തോന്ന് കഷ്ടം? ശരിക്കും പറ, കുഴപ്പമില്ലാത്ത പോണ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ഞാൻ ടക്കനെ സാരി എടുത്താൽ ഇറങ്ങണം കേട്ടാ. നിന്റെയൊക്കെ പ്രശ്നം എന്താടാ? വീട്ടിൽ കുറച്ച് വൃത്തിയാക്കി നിന്നെന്നും പറഞ്ഞ് എന്താണ് കുഴപ്പം? ലച്ചൂസേ, ഇത് എവിടെ പോണ്? ചുമ്മാ വീട്ടിൽ തന്നെ. എങ്ങനെയുണ്ട് കൊളോ? സൂപ്പർ. ആന്റി, മീനെ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടോ? ഓ, വെച്ചിരിക്കേ. അങ്ങനെയാണെങ്കിൽ മീൻകറി ഞാൻ ഉണ്ടാക്കാം. മീൻകറി വെക്കാൻ ചേച്ചി സാരിയെ കൊടുത്ത് ഇറങ്ങിയേക്കണേ. ചേച്ചിക്ക് എന്തെങ്കിലും സീരിയൽ അഭിനയിക്കാൻ വല്ല ചാൻസും കിട്ടിയാ? സാരി എടുത്ത് മേക്കപ്പ് ആക്കിയിട്ട് മീൻകറി വെട്ടാൻ പോണു, അല്ല മീൻ വെട്ടാൻ പോണു. സിദ്ധു, മീൻകറിയെ തേങ്ങ അരച്ച് വെക്കണോ അതോ കൊടംപുളി ഇട്ട് വെക്കണോ? അത് ലച്ചൂസിന്റെ ഇഷ്ടം പോലെ ചെയ്തു. തേങ്ങ അരച്ച് കൊടംപുളി ഇട്ട് പോയി, സൂപ്പർ. കൊണ്ടേ കൊടുക്ക, അമേരിക്കയില് കല്യാണത്തിന് വിളമ്പാ. എന്തൊക്കെ പറഞ്ഞാലും എന്റെ കൊച്ചുമോള് സാരിയൊക്കെ എടുത്ത് ഒരുങ്ങി ഇങ്ങോട്ട് വന്നാല് എന്തൊരു ഭംഗിയാ കാണാൻ. ആ സ്വഭാവം കൂടെ ഒന്ന് നന്നായി കിട്ടി കഴിഞ്ഞാൽ നല്ല സ്വഭാവം, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. മോനെ കേശുവേ, ഓ ചേച്ചി, നിന്റെ അന്ത്യേ മിക്കവാറും ഈ ചേച്ചിയുടെ കൈ കൊണ്ട് തന്നെയായിരിക്കും. അയ്യോ, അതെനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമില്ലേ, കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുടെ കൈ കൊണ്ട് എന്റെ അന്ത്യം. എന്നാ വാ അടുക്കളയിലോട്ട്. കുഴപ്പമില്ല, പൊക്കോ. എന്താണ് ഉമ്മ, എന്തോ എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ അല്ലേ?
ടോക്സ്. ഒന്നാളി അവിടെ അടുക്കള കിടന്ന് പൊടി ഓടിക്കണ്. സീനാണോ? സീനാണോന്നാ? മീൻകറി വെക്കാൻ പറഞ്ഞല്ലേ പോയത്. അപ്പൊ മീൻകറി, അവിയല്, തോരൻ, സാമ്പാർ, മറ്റേത് മറിച്ചെന്ന് വേണ്ട ഉള്ള എല്ലാം ചേച്ചിയാണ് ഉണ്ടാക്കണത്. അയ്യോ പണിയാവൂടാ. ഏയ് വെക്കുന്നതൊക്കെ വൃത്തിക്ക് വെക്കും. എന്നാലും കനകാന്റി അമ്മമ്മ ഉണ്ടാക്കുന്ന റേഞ്ച് വരത്തില്ലല്ലോ. ആ സ്വാഭാവികമായിട്ടും കാണില്ല. പിന്നെ എന്ത് തിന്നാൻ തന്നാലും സൂപ്പർ അങ്ങ് പറഞ്ഞേക്കണം. ഒന്നാമത് ഇടതിരിഞ്ഞിരിക്കണേ. ഇപ്പൊ നമ്മള് വല്ലതും കൊള്ളൂല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം അയ്യോ പഞ്ചപാവത്തിനെ പോലെ അങ്ങ് ഇരിക്കുന്നു. എനിക്കറിയാറുത് ഞാൻ അടുക്കളയിൽ ഓടിച്ചിട്ട് ഉടനെ നീ ഇവിടെ വന്ന് എന്നെ പറ്റി എന്തെങ്കിലുമൊക്കെ കുറ്റം പറയൂന്ന്. ഞാൻ ചേച്ചിയെപ്പറ്റി എന്ത് പറഞ്ഞു? ഞാൻ എന്തായാലും പറഞ്ഞാളയാ? ഞാൻ എന്തായാലും പറഞ്ഞ അവനെന്തോന്ന് പറയാൻ? അവനൊന്നും പറഞ്ഞൊന്നുമില്ല. കള്ളം പറയാതെ എന്റെ അടുത്ത്. അവൻ ഇങ്ങനെ പറയുമായിരുന്നു ലച്ചൂസ് അടുക്കളയിലെ കാര്യങ്ങളെല്ലാം മനോഹരമായിട്ട് നോക്കുന്നുണ്ടെന്നല്ലേടാ. അതെ അതെ, വൃത്തിക്ക് എല്ലാം കറക്റ്റ് അറേഞ്ച്ഡ് ആയിട്ട്. അയ്യോ തലയിട്ട് നോക്കുന്ന ഒരാള് ഇങ്ങ് പോരെ. ആ അമ്മൂമ്മനെ വിളിച്ചോ. അച്ഛന്റെ മോനെ പേടിച്ച് പേടിച്ചുള്ള വരവ് നോക്കിക്ക. ഞാനിപ്പോ എല്ലാത്തിനും പിടിച്ച് തിന്നുവല്ലോ. ഓടിക്കഴിഞ്ഞ ഓടിച്ചിട്ട് ഞാൻ തല്ലു. ഞാൻ ഇവിടെ മറ്റേ ഫ്ലവർ വൈസ് നോക്കാൻ വന്നേ. സിധു ഞാൻ ഇങ്ങനെയൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ പാവമാണത് നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ലച്ചൂസ് പാവല്ലേ? നമ്മുടെ ഈ വീട് നോക്കുന്നത് പോലെ തന്നെ കുഴിപ്പളത്തെ വീടും നോക്കുന്നില്ലേ? ഉറപ്പല്ലേ? ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാൻ പാടില്ലെങ്കിലും അത്യാവശ്യം ലോക വിവരമില്ലേ? ചില കാര്യങ്ങള് എന്നേക്കാൾ കൂടുതൽ ലോകവിവരമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഞാൻ എനിക്ക് വേണ്ടി അധികം പൈസ ചെലവാക്കിയില്ലെങ്കിലും പിശുക്ക് കാണിക്കാതെ ഇവിടെയുള്ള ആൾക്കാരുടെ ഒക്കെ കാര്യങ്ങൾ ഞാൻ നോക്കുന്നില്ലേ? സ്വാഭാവികം. നോക്കുന്നുണ്ട്. ഇതെല്ലാം നീ സമ്മതിക്കുന്നുണ്ടോ? ഉണ്ട്. പിന്നെ നിങ്ങൾക്കൊക്കെ എന്താണ് കുഴപ്പം? എനിക്കും അതിനെ ചോദിക്കണം. ചേച്ചിക്ക് എന്തിനാണ് കുഴപ്പം? എന്തിനാണ് ഇതൊക്കെ ഇവിടെ ചോദിക്കണേ? നീയും അമ്മുമ്മയും രണ്ടുപേരും കൂടെ അടുക്കളയിൽ ഇരുന്ന് എന്നെ കുറ്റം പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. ആന്റി ഉണ്ടായിരുന്നു, പക്ഷെ ആന്റി കുറച്ചൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത്. ചേച്ചി കറക്റ്റ് എപ്പോ പറഞ്ഞെന്ന് പറയാൻ പറ്റും? നീ എന്താ അമ്മുമ്മ അടുത്ത് പറഞ്ഞ് ഞാൻ സിദ്ധുവിന് ചേരുന്ന പെണ്ണല്ലെന്നാ? എന്നിട്ട് അമ്മുമ്മ എന്താ പറഞ്ഞേ? എന്റെ സ്വഭാവം കൊള്ളത്തില്ല, സിദ്ധു എന്നെ സഹിച്ചും ക്ഷമിച്ചുമാണ് നിൽക്കുന്നതെന്നോ? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കള്ളം പറയണ്ട, ഞാൻ കേട്ടായിരുന്നു. നീ പറഞ്ഞതുപോലെ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. പിന്നെ എന്താണ് അവ പറഞ്ഞത്? അത് കഴിഞ്ഞേ നിന്നെ കുറിച്ച് പൊക്കി പറഞ്ഞായിരുന്നു, അത് നീ കേട്ടായിരുന്നോ? അയ്യോ ഇത്രയും കേട്ടപ്പോ തന്നെ എന്റെ മനസ്സും വയറൊക്കെ നിറഞ്ഞായിരുന്നു. இல்ல லட்சு, அதுக்கப்புறம் உன்னை பத்தி நல்லதுதான் சொன்னாங்க. നിങ്ങളല്ലേ? ചേച്ചി സത്യമായിട്ടുള്ളവര് നല്ലവരും പറഞ്ഞു കേട്ടോ. ഓ ശരി. ഓ ശരി, വിശ്വസിക്കണല്ലേ? വിശ്വസിക്കണ്ട. അമ്മ നമുക്ക് പോയേക്കാം. പിന്നെ വേറൊരു കാര്യം പറഞ്ഞു ചേച്ചി, നമ്മൾ സത്യം പറഞ്ഞത് നല്ലതാണ് പറഞ്ഞത്, മാത്രമല്ല മറ്റേത് പറഞ്ഞത് മനസ്സിൽ വെച്ച് പറഞ്ഞല്ല. അറിയാം. ശരി. അമ്മൂമ്മ വെള്ളം വല്ലതും ഉണ്ടോ നോക്ക്. അത് ശരി. അപ്പൊ ഇവര് പറയുന്ന കേട്ടിട്ടാണ് ഫ്രസ്ട്രേറ്റഡ് ആയതല്ലേ? അത് കവർ ചെയ്യാൻ വേണ്ടിട്ടാണ് സാരിയൊക്കെ കൊടുത്തത്. എന്റെ പൊന്നു ലച്ചൂസേ, ആരാ പറഞ്ഞു നമ്മളൊന്നും ചേരത്തില്ലെന്ന്? എന്റെ ലച്ചൂസേ, നീയേ എനിക്ക് ചേർത്തുള്ളൂ. ഈ മേഡ് ഫോർ ഈച്ച് എന്നൊക്കെ കേട്ടിട്ടില്ല? അതാണ്. ചുമ്മാതാണെങ്കിലും എന്നോട് ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയണേ, അല്ലെങ്കിൽ എന്റെ കോൺഫിഡൻസ് പോകും. ചുമ്മാതാ ലച്ചൂസേ, ഇവിടെ പറയുന്നതാ. ശരിക്കും വേണമെങ്കിൽ കേട്ട് നോക്കി.